പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമാണെന്ന് വിചാരിച്ചോ? വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊരു വലിയ കാര്യമാണെന്ന്. സാറ് വിചാരിച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഞാൻ തന്നെ നീങ്ങിയാൽ അതെന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. ഇനിയിപ്പോ വേറെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് ഇതിനൊരു തീരുമാനമുണ്ടാകുമ്പോഴേക്കും സർക്കാർ തന്നെ മാറിയെന്നിരിക്കും. അപ്പോ ആര് വിചാരിച്ചാലും ഞങ്ങൾക്ക് ഇത് ഒഴിഞ്ഞു കിട്ടില്ല അല്ലേ? ഒരാൾ വിചാരിച്ചാൽ കാര്യം നടക്കും. അതാരാ സർ? ഒഴിപ്പിക്കൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പേരുകേട്ട വക്കീൽ അഡ്വക്കേറ്റ് മന്മഥൻ. നമസ്കാരമുണ്ടേ. അതെ, വക്കീലല്ലേ? അല്ല, പോലീസാ. എന്റെ വേഷം കണ്ടറിഞ്ഞൂടെ? അതല്ല, ഒഴിച്ചു കൊടുക്കുന്ന വക്കീൽ തന്നെയല്ലേ? ഞാൻ ആർക്കും ഒഴിച്ചു കൊടുക്കാറുമില്ല, ഞാൻ കുടിക്കാറുമില്ല. അതല്ല, ഈ ഒഴിപ്പിക്കൽ കേസുകൾ മാത്രം ഒപ്പിച്ചെടുക്കുന്ന മന്മഥൻ വക്കീലല്ലേ? അതെ, അത് ഞാൻ തന്നെ. എന്താ കാര്യം? അതെ, ഞങ്ങളുടെ മരുമോളുടെ കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണം ഞാൻ ഒഴിപ്പിച്ചു തരണോ? അങ്ങനെയല്ല സാറേ, സാറ് വിചാരിച്ചാലേ ഈ കല്യാണം നടക്കൂ. അതിന് കല്യാണം മുടക്കാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. സാറ് ഈ കാര്യം ഒന്ന് കേൾക്കണം. ഞങ്ങള് പോലീസ് സ്റ്റേഷൻ നടത്താൻ വാടകയ്ക്ക് കൊടുത്ത കെട്ടിട പെണ്ണിന് സ്ത്രീധനായിട്ട് കൊടുക്കാൻ പോണത്. അവരത് ഒഴിഞ്ഞു തരുന്നില്ല. മണ്ടന്മാര്. വക്കീലിനും പോലീസിനും ആരെങ്കിലും വീട് വാടകയ്ക്ക് കൊടുക്കുവോ? വക്കീലിന് കൊടുത്താലും കുഴപ്പമില്ല, പോലീസിന് ഒരിക്കലും കൊടുക്കരുത്. ഇതൊരു പാഠമായിരിക്കട്ടെ. സാറേ അങ്ങനെയൊന്നും പറയരുത് സാറേ. അങ്ങനെ കേസ് ഏറ്റെടുത്ത് ആ പിശാചുക്കളെ അവിടെ നിന്ന് ഒഴിവാക്കി തരണം. തൽക്കാലം ഞാനിപ്പോ നിങ്ങളെ ഒഴിവാക്കുന്നതില് മറ്റൊന്നും തോന്നരുത്. ഐ ആം വെരി വെരി ബിസി. ഉപേക്ഷ വിചാരിക്കരുത്, ഇതൊരു അപേക്ഷയായി കണക്കാക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം. 97, 98, 99 ഒഴിവില്ല. ഒരു കാര്യം ചെയ്യാം, കേസ് 2000-ലേക്ക് പോസ്റ്റ് ചെയ്യാം. എന്താ? അപ്പോ കല്യാണം 2000-ൽ നടക്കൂ. മന്മഥൻ ഈ കേസ് വാദിക്കണമെങ്കിൽ വിവാഹം നീട്ടിവെച്ചേ പറ്റൂ. അത് വളരെ നീണ്ടുപോയി സാർ. സ്റ്റോപ്പ്. ഓ സാർ